ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് ഇൻ്റഗ്രേഷൻ ഡേ 2 അഥവാ ഉത്കൃതനം ദിവസം 2 പരീക്ഷ വരുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ പരീക്ഷയിലെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഒന്ന് നോക്കിയിട്ട് വന്നാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പോൾ കൂട്ടുകാർക്ക് പരീക്ഷയിലുള്ള ആദ്യത്തെ ചോദ്യം കളികളെക്കുറിച്ചാണ്. നോക്കിക്കേ മക്കളെ, നിങ്ങൾക്ക് അവിടെ ഒരുപാട് കളികളുടെ പേരുകൾ തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് നോക്കൂ: ക്രിക്കറ്റ്, ഒളിച്ചുകളി, കബഡി, പന്തുകളി, കഞ്ഞിയും കറിയും വെച്ച് കളി, കുളങ്കര, ചാടിക്കളി, ക്യാരം ബോർഡ്, പാമ്പും കോണിയും, തൊട്ടുകളി. ഇതിൽ കൂട്ടുകാരെടുത്ത് പറഞ്ഞത് ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത കളികൾക്ക് ശരി അടയാളമിടൂ എന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഈ തന്നിട്ടുള്ള കളികളിൽ ഏതിനൊക്കെയാണ് ഉപകരണം ആവശ്യമില്ലാത്തത്? ഒളിച്ചു കളിക്ക് വേണ്ട അല്ലേ. പിന്നെയോ കബഡി, കുളങ്കര, ചാടിക്കളി, തൊട്ടുകളി അല്ലേ. അപ്പോൾ ഇത്രയും കളികൾക്ക് ഉപകരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കളിക്കാവുന്നതാണ് അല്ലേ. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമല്ലേ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ. കൗണ്ട് ആൻഡ് റൈറ്റ് ആണ് കേട്ടോ. അതായത് എണ്ണം എഴുതാനാണ് മക്കളെടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഓരോന്നും എത്ര എണ്ണം വീതമാണെന്ന് എഴുതണം. ആദ്യം തന്നിട്ടുള്ള പാരറ്റ് എത്രയുണ്ട് മക്കളെ? 7 എണ്ണമാണുള്ളത് അല്ലേ. അടുത്ത് നോക്കിക്കേ, ക്രൗസ് ആണ് അല്ലേ, കാക്കകളുടെ പിക്ചറാണ് തന്നിട്ടുള്ളത്. എത്രയുണ്ട് മക്കളെ? 5 എണ്ണമാണുള്ളത് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നിട്ടുള്ള ചിത്രം കൃത്യമായിട്ട് എണ്ണി എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. അടുത്ത് നമുക്ക് തന്നത് സ്പാരോസ് ആണല്ലേ, കുരുവികളുടെ ചിത്രമാണ്. എത്ര എണ്ണം ഉണ്ട് മക്കളെ? 4 എണ്ണമാണ് ഉള്ളത്. ഓക്കെ കൂട്ടുകാരെ, ഇതിൽ തന്നെ കൂട്ടുകാർക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ എണ്ണം ഏതാണ് മക്കളെ? പാരറ്റ് ആണല്ലേ, 7 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഏറ്റവും കുറവ് എണ്ണം ഏതാണ്? സ്പാരോസ് അല്ലേ, 4 എണ്ണമേ ഉള്ളൂ അല്ലേ. ഓക്കെ കൂട്ടുകാരെ, അടുത്ത പ്രവർത്തനം നോക്കിക്കേ. കളിപ്പാട്ടം. പാട്ടിൽ വരികൾ കൂട്ടിച്ചേർക്കൂ. നമുക്ക് അവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട് കേട്ടോ. കളിപ്പാട്ടത്തെക്കുറിച്ചിട്ടുള്ള പാട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കൂട്ടുകാരടുത്ത് കുറച്ചധികം വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ തന്നിട്ടുള്ള പാട്ടൊന്ന് വായിച്ച് നോക്കാം. വായിക്കുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. കളിച്ചിരി, ചിരി കളിച്ചിരി, കളിച്ചിരി നല്ല കളിപ്പാട്ടം, പമ്പരമാണേ കളിപ്പാട്ടം. അപ്പോൾ ഇതുപോലെ മറ്റ് കളിപ്പാട്ടങ്ങളുടെ പേരുകൾ വെച്ചുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം, ആ ഒരു പാട്ട് പൂർത്തീകരിച്ച് എഴുതണേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വണ്ടി ഒരു കളിപ്പാട്ടാണല്ലേ, അത് വെച്ച് നമുക്കൊന്ന് പാടി നോക്കാം. നോക്കിക്കേ മക്കളെ. കളിച്ചിരി, ചിരി കളിച്ചിരി, കളിച്ചിരി നല്ല കളിപ്പാട്ടം, വണ്ടിയാണേ കളിപ്പാട്ടം. ഇതുപോലെ മക്കൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരുടെ പേരുകൾ കൂടി ചേർത്ത് എഴുതണേ. അടുത്ത് നോക്കിക്കേ മക്കളെ, നമുക്ക് അവിടെ ഒരു ഇല തന്നിട്ടുണ്ട് അല്ലേ. ഇലയിൽ ഏതാണ് സംഖ്യയുള്ളത്? 14. അപ്പോൾ 14 എന്ന് ഉത്തരം വരുന്ന ക്രിയകൾ തന്നിട്ടുള്ള കോളങ്ങളിൽ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് അതിലോട്ട് വരച്ച് ചേർക്കാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, ആദ്യം നമുക്ക് തന്ന ക്രിയ ഏതാണ്? 7 കൂട്ടണം 7 ആണ് അല്ലേ. എത്രയാണ് മക്കളെ 7 കൂട്ടണം 7? നമുക്കറിയാം അല്ലേ, 14. പിന്നെ ഏതാണ് അതിലുള്ളത്? 10 കൂട്ടണം 4 എത്രയാണ്? 14. അതുപോലെ തന്നെ 9 കൂട്ടണം 5 എത്രയാണ്? 14. അപ്പോൾ ഈ 3 ക്രിയകളാണ് മക്കൾ വരച്ച് ചേർക്കേണ്ടത് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു അല്ലേ. എല്ലാ ക്രിയകളും മക്കൾ കൃത്യമായിട്ട് കൂട്ടി നോക്കണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇവർ ആരെല്ലാം, പറയുന്നതാര്, ജീവികളുടെ പേരെഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കവിടെ കുറച്ച് സൂചനകളൊക്കെ തന്നിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് ഏതാണ് ആ ജീവി എന്നുള്ളത് മക്കൾ കണ്ടെത്തിയിട്ട് അവിടെ തന്നിട്ടുള്ള കോളത്തിൽ എഴുതണം കേട്ടോ. നോക്കിക്കേ മക്കളെ. മരത്തിൽ കൂടുണ്ടാക്കും, വായനാര്, പഞ്ഞി എന്നിവ കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്. ഉത്തരം എന്താണ് മക്കളെ? അണ്ണാനാണ് അല്ലേ. അടുത്ത നോക്കിക്കേ മക്കളെ. മെഴുകു കൊണ്ടുള്ള കൂട്ടിൽ ഒത്തിരി അറകളുണ്ട്. ഏതാണ് ആ ജീവി? നമുക്കറിയാമല്ലേ, തേനീച്ചയാണല്ലേ. തേനീച്ചയുടെ കൂടെ എങ്ങനെയാണ്? മെഴുക് കൊണ്ടാണ്. അതുപോലെ ആ കൂട്ടിനുള്ളിൽ ഒത്തിരി അറകളായിട്ടുണ്ടായിരിക്കും അല്ലേ. അടുത്ത് നോക്കിക്കേ മക്കളെ. മണ്ണ് തുരന്ന് മാളമുണ്ടാക്കും, ആ മാളത്തിലാണ് താമസിക്കുന്നത്, മാളത്തിൽ കുറേ അറകളുണ്ട്. ഏതാണ് ജീവി? എലിയാണ് അല്ലേ. അടുത്ത് നോക്കിക്കേ മക്കളെ, നമുക്കൊരു ജീവിയുടെ ചിത്രം തന്നിട്ടുണ്ട്. എന്തിൻ്റെയാണ്? ഉറുമ്പാണ് അല്ലേ. അപ്പം അതുപോലെ ഉറുമ്പും കാക്കയും എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നതാണ് മക്കളടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, ഉറുമ്പ് എവിടെയാണ് കൂട് കൂട്ടുന്നത്?
എവിടെയാണ് ഉറുമ്പിൻ്റെ വീട്? മണ്ണിലാണ് അല്ലേ. അപ്പോൾ അത് വെച്ച് മക്കൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അതുപോലെ കാക്ക എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? അതെങ്ങനെയാണ് കൂടുണ്ടാക്കുക? ചുള്ളിക്കമ്പുകളെല്ലാം ഉപയോഗിച്ച് മരത്തിൻ്റെ മുകളിലാണ് അല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് കൂട്ടുകാരവിടെ എഴുതി ചേർക്കേണ്ടത്. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ഇന്നത്തെ എക്സാം ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. പലഹാരമേള. പലഹാരങ്ങൾ തരംതിരിക്കൂ. കൂട്ടുകാർക്ക് അവിടെ ഒരുപാട് പലഹാരത്തിൻ്റെ പേരുകളും ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ദോശ, പുട്ട്, കുഴലപ്പം, പഴംപൊരി, ചപ്പാത്തി, പത്തിരി, നൂലപ്പം, ഓട്ടട, അച്ചപ്പം, കൊഴുക്കട്ട, ഉണ്ണിയപ്പം, ഇലയട അല്ലേ. മക്കളടുത്ത് പറഞ്ഞത് ആവിയിൽ വേവിക്കുന്നവയും ചുട്ടെടുക്കുന്നവയും വറുത്തെടുക്കുന്നവയും തരംതിരിച്ച് എഴുതാനാണ്, പട്ടികപ്പെടുത്തി എഴുതാവുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന ഒരു പ്രവർത്തനമാണല്ലോ. മക്കളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഏതൊക്കെയാണ് തന്നിട്ടുള്ളതിൽ ആവിയിൽ വേവിക്കുന്നത് അല്ലേ. ഏതൊക്കെയാണ് മക്കളെ? നൂലപ്പം എങ്ങനെയാണ്? നൂലപ്പവും കൊഴുക്കട്ടൊക്കെ ആവിയിൽ വേവിക്കുന്നതാണ് അല്ലേ. അതുപോലെ വറുത്തെടുക്കുന്നതിൽ പെടുന്നതാണ് ഇത്. നമ്മുടെ കുഴലപ്പവും പഴംപൊരിയൊക്കെ വറുത്തെടുക്കുന്നതിൽ പെടുന്നതാണ് അല്ലേ. അപ്പം മക്കൾ എന്ത് ചെയ്യണം? അത് നോക്കിയിട്ട് എഴുതണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൂ ഈസ് ദി വിന്നർ? ആരാണ് വിജയി അല്ലേ. റൈറ്റ് ദി സം ബൈ ആഡിങ് ഈച്ച് സെറ്റ്. അതായത് ആകെ ടോട്ടൽ കണ്ടെത്താനാണ് മക്കളത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമ്മുടെ ആമിയും ജാനിയും ഒക്കെ കൂടി എന്ത് ചെയ്യാണ്? മാല കോർക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരെടുത്തിട്ടുള്ള മുത്തുകൾ ഗ്രീൻ നിറത്തിൽ, അതായത് പച്ച നിറത്തിലും റെഡ് കളറിൽ, ചുവപ്പ് നിറത്തിലും യെല്ലോ, അതായത് മഞ്ഞ നിറത്തിലും വൈറ്റ് കളറിൽ, വെള്ള നിറത്തിലൊക്കെ അവർ മുത്തുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എത്രയാണെന്ന് മക്കൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം കേട്ടോ. നോക്കിക്കുക മക്കളെ. ആമി ഗ്രീൻ എത്രയാണ്? 10 ആണല്ലേ. റെഡ് 10 ആണ്, യെല്ലോ 10 ആണ്, വൈറ്റ് എത്രയാണ്? 3 ആണല്ലേ. അപ്പോൾ എത്ര ഉണ്ടായിരിക്കും മക്കളെ ടോട്ടൽ? എത്രയാണ്? 33 ആണല്ലേ. 33. ജാനി നോക്കിക്കുക മക്കളെ. എത്രയാണ്? ഗ്രീൻ എത്രയാണ്? 10 ഉണ്ട്, റെഡും 10 ആണ്, യെല്ലോ എത്രയാണ്? 9 ആണ് വരുന്നതില്ല. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 29 ആണ്. അടുത്ത ആളത് നോക്കിക്കേ. ഗ്രീൻ 10 വരും, റെഡ് 10 ആണ്, യെല്ലോയും 10 ആണ് അല്ലേ. 3 10കൾ ചേർന്നാൽ നമുക്കറിയാം 30 ആണല്ലേ. 13 എന്നാണ് ആൻസർ വരിക. എന്നാലും മക്കളത് ചോദിച്ചിട്ടുണ്ട് ഹൂ ഈസ് ദി വിന്നർ? ആരാണ് വിന്നർ? ആരാണ് മക്കളെ? ഇതിൽ ഏറ്റവും കൂടുതൽ നമ്പർ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ ആമിക്കാണല്ലേ. 33 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. 33. അപ്പോൾ ആമിയാണ് വിന്നർ കേട്ടോ. അത് നോക്കിക്കേ. ഹൂ ത്രെഡഡ് ദി സ്മോളസ്റ്റ് നമ്പർ ഓഫ് ബീഡ്സ്? ആരാണ് ഏറ്റവും കുറവെണ്ണം എടുത്തത്? ആരാണ്? നമ്മുടെ ജാനിയാണ് അല്ലേ. 29 ഉള്ളൂ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കൂട്ടുകാരോട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ മിടുക്കന്മാരും കൂടി എന്ത് ചെയ്യുക? നാളത്തെ എക്സാം ഈസി ആവാനായിട്ട് പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. കഥ പറയാം. ചിത്രം നോക്കി കഥ എഴുതൂ. അപ്പം മക്കൾക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ആ ചിത്രം നോക്കിയിട്ട് മക്കൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു കഥ എഴുതണം. അപ്പം മക്കൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ചിത്രം നന്നായിട്ട് നോക്കിയിട്ട് ഒരു കുഞ്ഞു കഥ എഴുതി നോക്കുക കേട്ടോ. അവിടെ ചിത്രത്തിൽ നമുക്ക് ആരെയാണ് തന്നത്? ഒരു ആമയുണ്ട് അല്ലേ. ആമയുടെ പുറത്ത് ആര് കയറിയിരിപ്പുണ്ട്? തവളക്കുട്ടൻ കയറിയിരിപ്പുണ്ട് അല്ലേ. അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്? എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം പോയ വഴിയിൽ അവരൊരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് കൂട്ടുകാരുകളെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം മക്കൾ കഥ എഴുതാൻ കേട്ടോ. അതുപോലെ തന്നെ കഥയ്ക്കൊരു തലക്കെട്ട് നൽകാനായിട്ട് മറക്കരുതേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. കളർ ദി പിക്ചർ സ്യൂട്ടബിളി. നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു പിക്ചർ കളർ ചെയ്യാനാണ്. പക്ഷേ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിറം നൽകാനല്ല പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് നിറം നൽകാനായിട്ട് മക്കൾക്ക് അവിടെ കുറച്ച് ക്രിയകളൊക്കെ തന്നിട്ടുണ്ട്, കുറച്ച് കണക്കുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കിക്കേ മക്കളെ, കുറയ്ക്കാനും ഉള്ള കണക്കുകളാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ക്രിയകൾ ചെയ്ത് കിട്ടിയിട്ടുള്ള ഉത്തരത്തിനനുസരിച്ചാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ നിറം നൽകേണ്ടത്. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് ഏതാണ് മക്കളെ? 8 - 2 ആണ് അല്ലേ. 8 കുറയ്ക്കണം 2 എത്രയാണ് മക്കളെ? 6 ആണ് ആൻസർ വരുന്നത് അല്ലേ. അപ്പം 6 എന്ന് പറയുന്ന കുളത്തിന് മക്കൾ ഏത് നിറം നൽകണം? റെഡ് കളർ അല്ലേ. ചുവപ്പ് നിറം വേണം നൽകാനായിട്ട്. അടുത്തതായി നോക്കിക്കേ. 14 - 7 14 കുറയ്ക്കണം 7 എത്രയാണ്? 7 ആണ് അല്ലേ. 7 ആണ് വരിക. ആ ഒരു 7 എന്ന് പറയുന്ന കുളത്തിന് മക്കൾ യെല്ലോ കൊടുക്കണം. അടുത്ത 9 - 5 9 കുറയ്ക്കണം 5 എത്രയാണ് വരിക? 4 ആണ് വരിക അല്ലേ. അതിന് ഏത് നിറം നൽകണം മക്കളെ? ബ്ലൂ കൊടുക്കണം അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ മക്കൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ബാക്കി ക്രിയകളോട് കൃത്യമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. മക്കൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബിഗ്ഗുവിൻ്റെ ഡയറി വായിക്കൂ. നമ്മുടെ ബിഗ്ഗുവിൻ്റെ ഡയറി നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ. ഞാൻ നല്ല ഉറക്കമായിരുന്നു. അയ്യോ രക്ഷിക്കണേ എന്ന നിലവിളി കേട്ടു. ഞാൻ ഉണർന്നു താഴേക്ക് നോക്കി. പുഴയിൽ നിന്നും തവളയുടെ നിലവിളി കേട്ടു.
തവള ആമയുടെ പുറത്തിരുന്നാണ് നിലവിളിക്കുന്നത്. മുമ്പിൽ ഒരു മുതല വാ പിളർന്ന് നിൽക്കുന്നു. ഞാൻ അവരുടെ ഇടയിൽ പറന്നിറങ്ങി ബും ബും എന്ന് ഉറക്കെ ഒച്ചയുണ്ടാക്കി. മുതല പേടിച്ചോടി. തവളയും ആമയും ചിരിച്ചു. അപ്പം ഇതാണ് നമ്മുടെ ബിഗ്ഗുവിൻ്റെ ഡയറിയില്ലേ. അപ്പം മക്കളടുത്ത് പറഞ്ഞത് എന്താണ്, നമ്മുടെ ബിഗ്ഗു ഇവിടെ അവൻ്റെ ഡയറി എഴുതിയിട്ടുണ്ടല്ലേ, അതുപോലെ നിങ്ങളുടെ ഒരു ദിവസത്തെ ഡയറി സ്വയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മക്കൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഡയറി എഴുതേണ്ടത്. നമ്മൾ എന്നും ചെയ്യുന്ന പ്രവർത്തനമാണല്ലേ. അപ്പം എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ദിവസത്തെ ഡയറി എഴുതുക കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റത്തെ പ്രവർത്തനം നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് പറഞ്ഞേക്കണേ. അതോടൊപ്പം തന്നെ കൂട്ടുകാരുടെ പേര്, നിങ്ങളുടെ പ്ലേസും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. 3 പൂക്കൾ വായിക്കൂ, വരച്ച് ചേർക്കൂ. അപ്പം നമുക്ക് അവിടെ 3 പൂക്കളുടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ അവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് തന്നിട്ടുണ്ട്. അപ്പോൾ അവയെല്ലാം വായിച്ച് നോക്കിയിട്ട് ഏത് പൂവിലേക്കാണോ യോജിക്കുന്നത് അതിലേക്ക് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് പൂക്കൾ നോക്കിക്കേ, തുമ്പ, ചെമ്പരത്തി അല്ലേ, അതുപോലെ തന്നെ മല്ലിക, ഇത്രയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് വായിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് ഏത് പൂവിലേക്കാണോ മാച്ച് ചെയ്യുന്നതെന്നുള്ളത് കണ്ടെത്തിയിട്ട് വരച്ച് യോജിപ്പിക്കുക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പരീക്ഷയിലെ ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.